89.6 FM Sargakshetra. നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ കൂടെയുള്ള തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലോകം. ഒരുപാട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണല്ലേ. നമ്മുടെ CID മ്യൂസിയത്തിൽ പറയുന്ന പോലെ ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ എന്ന് പറയുന്ന രീതിയിലാണ് ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നതും പഠിക്കുന്നതും അറിയുന്നതും. സോ ഈ ഒരു രീതിയിൽ പുതിയ തലമുറയ്ക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ് ഇന്ന് നമ്മൾ ഉയരെ ഷോയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമുക്ക് ഒരുപാട് ഡൗട്ട്സുകൾ വരാനുള്ള അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു മേഖല തന്നെയാണ് സൈബർ ഫോറൻസിക് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഉയരയിൽ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും രണ്ട് വാക്കുകളും വേറെ വേറെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫോറൻസിക് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് കേട്ട് പരിചയമുള്ളത്. അതുപോലെ തന്നെ സൈബർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും അതിൽ ഒരു ഭാഗമാണ്, വലിയൊരു ഭാഗമാണ്. ഇന്നത്തെ ഒരു കാലത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും സൈബർ യുഗത്തിൽ ജീവിക്കുന്നവരാണ്. സോ ഈ സൈബറും ഫോറൻസിക്കും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് ഇന്ന് നമ്മൾ ഉയരെ ഷോയിലൂടെ അറിഞ്ഞിരിക്കും. ആൻഡ് നമ്മോടൊപ്പം ഒരു എക്സ്പേർട്ട് തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഗിരിദീപം കോളേജിന്റെ ഡയറക്ടർ ഫാദർ റോബിൻ ഈട്ടിത്തടത്തിൽ. അച്ഛാ നമസ്കാരം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അടിപൊളി. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് സൈബർ ഫോറൻസിക് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ എല്ലാവർക്കും അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ? തീർച്ചയായും. ആക്ച്വലി എനിക്കും ഇതൊരു പുതിയ അനുഭവമാണ്. ഞാൻ അധികമായിട്ട് കേട്ടിട്ടില്ല ഇങ്ങനൊരു കോഴ്സിനെ പറ്റി. അപ്പോൾ എന്നെ പോലെയുള്ള കുറേയധികം ആളുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഓൾറെഡി കോഴ്സിനെ പറ്റി അറിയുന്നവരുണ്ടായിരിക്കും. കൂടുതലായിട്ട് അവർക്ക് ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളജ് ഈ ഒരു വിഷയത്തെ പറ്റി നമുക്ക് അവർക്ക് കൊടുത്തേക്കാം അല്ലേ? തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഫാദർ ഈ സൈബർ ഫോറൻസിക് എന്ന് പറയുന്ന കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൈബർ ഫോറൻസിക് എന്ന് പറഞ്ഞ കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആക്ച്വലി നമുക്കറിയാം, നമ്മൾ ഡെയിലി നമ്മുടെ പത്രമാധ്യമങ്ങളോട് നമ്മൾ എന്നും കേൾക്കുന്ന ഒരു വാർത്തയായിരിക്കും സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയെ സംബന്ധിച്ച്. അത് രാജ്യത്തിനകത്തും പുറത്തും പേഴ്സണൽ ലെവലിലും ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൈബർ സെക്യൂരിറ്റി. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ച് ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്ത് വന്നത് ഈ അടുത്ത കാലത്താണ്. പ്രത്യേകിച്ചും സൈബർ ഫോറൻസിക് എന്ന് പറഞ്ഞ കോഴ്സ് അധികം കോളേജുകളിലൊന്നും ഇല്ല. MG യൂണിവേഴ്സിറ്റി തന്നെ വളരെ ചുരുക്കം കോളേജുകളിൽ നമുക്ക് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം നമ്മുടെ കോളേജ് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള രീതിയിൽ നമ്മൾ കൺവെൻഷണൽ കോഴ്സുകളോടൊപ്പം തന്നെ ഓരോ വർഷം നമ്മൾ പുതിയ കോഴ്സുകൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ MSW സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇപ്പം ഈ വർഷം തൊട്ട് നമ്മൾ സൈബർ ഫോറൻസിക്കും കൂടെ നമ്മൾ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം ഡെയിലി ഈ സൈബർ ഫോറൻസിക്കിന്റെ ആവശ്യകത നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലും നമ്മുടെ സോഷ്യൽ ലൈഫിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഡീൽ ചെയ്യുന്നത് ഡാറ്റ പ്രിവെന്റിങ്, ഡാറ്റ സെക്യൂരിറ്റി, ഇല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഡെവലപ്പ് ചെയ്തെടുക്കുക. പ്രത്യേകിച്ചും ഇതിന്റെ ജോലി സാധ്യത വരും വർഷങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാം, നമുക്കിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും സൈബർ സെക്യൂരിറ്റി ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് നമ്മുടെ. അപ്പം അങ്ങനെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു കോഴ്സാണ് ഈ സൈബർ ഫോറൻസിക് എന്ന് പറയുന്ന ഈ കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിസൈൻ ചെയ്തിരിക്കുന്നതും ആ രീതിയിലാണ്. പ്രത്യേകിച്ചും ഇത് ഒരു 4 വർഷ കോഴ്സാണ്. നമുക്കറിയാം ഇപ്പം നമ്മുടെ ഡിഗ്രി കോഴ്സുകളൊക്കെ ഓണേഴ്സ് ആക്കിയില്ല. അപ്പോൾ ഇത് ഒരു 4 വർഷ കോഴ്സാണ്. 8 സെമസ്റ്റർ ആയിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓരോ സെമസ്റ്ററിലും നമ്മൾ ഈ സൈബർ ഫോറൻസിക്കിന്റെ ഓരോ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. പ്രത്യേകിച്ചും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് ഈ ക്ലാസ്സുകളെല്ലാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ തിയറി അല്ല ഇത് നമ്മൾ പഠിക്കുക, തിയറിയോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ നോളജും കൂടെ പിള്ളേർക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിനെ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രാക്ടീസ്, പഠിത്തത്തോടൊപ്പം ഒരു പ്രാക്ടീസും കൂടെ കിട്ടുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുക. അപ്പൊ അതാണ് പൊതുവെ സൈബർ ഫോറൻസിക് എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഫാദർ, താങ്ക് യു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സമൂഹത്തില് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫാദറിന്റെ ഈ ഒരു ആൻസറിൽ തന്നെ ഉണ്ട് ഈ ഒരു കോഴ്സിന്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. സോ ഈ മേഖലയെ പറ്റി എനിക്കിപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. എന്താണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാം, മനസ്സിലാക്കാം എന്നുള്ളത്. പക്ഷേ പാട്ടുകളാണ് അതിന് മുൻപ് വരാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയാണ് നമ്മോടൊപ്പം സൈബർ ഫോറൻസിക് എന്ന കോഴ്സിനെ പരിചയപ്പെടുത്തി തരാൻ നമ്മുടെ സ്വന്തം ഗിരിദീപം കോളേജിന്റെ ഡയറക്ടറായ ഫാദർ റോബിൻ ഈട്ടിത്തടത്തിലും കൂടെയുണ്ട്. 89.6 FM Sargakshetra. You're listening to Sargakshetra 89.6 FM. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യൂജൻ കോഴ്സ് ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്.
സൈബർ ഫോറൻസിക് കോഴ്സ്. ഈ ഒരു കോഴ്സിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കേണ്ട ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി എത്രത്തോളം സെക്യൂർ ആവും എന്നുള്ള കുറേയധികം ഡൗട്ട്സ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഉത്തരവാണ് ഇന്നത്തെ ഉയരയിലൂടെ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ആൻഡ് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ ഇൻഫോർമേറ്റീവ്ലി റിച്ച് ആക്കാൻ കൂടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഗിരിദീപം കോളേജിന്റെ ഡയറക്ടർ ഫാദർ റോബിൻ ഈട്ടിത്തടത്തിലാണ്. ഫാദർ, വീണ്ടും സ്വാഗതം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഈ കോഴ്സ് എന്നും ഈ കോഴ്സിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്ന് സംസാരിച്ചല്ലേ. ഇനിയിപ്പോ ഒരു കുട്ടികൾക്ക് എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. നെക്സ്റ്റ് ഇനി ഡിഗ്രി ലെവലിലേക്ക് അവർ വരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ശരിക്കും ഈ ഒരു കോഴ്സിന്റെ ടാർഗറ്റ് ഏത് സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ഏത് വിഷയം പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും വെച്ചാൽ? സത്യം പറഞ്ഞാൽ ഈ കോഴ്സിനെ കുറിച്ച് ആൾക്കാർക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. ആർക്കാണ് ഈ കോഴ്സ് പഠിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സയൻസ് പഠിച്ചവർക്കാണ് ഈ കോഴ്സ് പഠിക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ. സയൻസ് +2 സയൻസ് പഠിച്ചവർ. അതിനകത്ത് തന്നെ ക്രൈറ്റീരിയ ഉണ്ട്. അഗ്രിഗേറ്റ് 55% മാർക്ക് വേണം. പ്രത്യേകിച്ചും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഈ 5 വിഷയങ്ങളിൽ ഏതെങ്കിലും 3 വിഷയം പഠിച്ചിരിക്കണം. അതുകൂടാതെ തന്നെ മാത്സ് കമ്പൽസറി ആണ്. അതിനകത്ത് 50% മാർക്കെങ്കിലും ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാനും ഇത് പഠിക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം ആൾക്കാർ ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും പ്രഷർ കൊണ്ടൊക്കെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചവരുണ്ടാവും. പക്ഷേ ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി സയൻസ് പഠിച്ചവർക്ക് മാത്രമേ ഈ ഒരു സൈബർ ഫോറൻസിക് പഠിക്കാനായിട്ട് ഇപ്പം എലിജിബിലിറ്റി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സയൻസ് പഠിച്ചവർ മാത്രമല്ല, അതിനകത്ത് അഗ്രിഗേറ്റ് 55%, മാത്സ് കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. മാത്സിന് 50% മാർക്ക് ഉള്ളവർക്ക് മാത്രമേ ഈ കോഴ്സ് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ക്വാളിഫിക്കേഷൻ. പിന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പ്രാക്ടിക്കാലിറ്റി ഇതിനകത്തുണ്ട്. ഇപ്പം പ്രാക്ടിക്കൽ വിഷയമായതുകൊണ്ട് തന്നെ തിയറി മാത്രമല്ല, കുറച്ച് പ്രാക്ടിക്കൽ നോളജും കൂടെ ഉള്ളതുകൊണ്ട് ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലിലാണ് നമുക്ക് പിള്ളേർ ഇതിനകത്ത് കുറച്ചൊക്കെ എക്സൽ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസും മാത്സും എല്ലാം കാൽക്കുലേഷനാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് നമുക്കറിയാം C++, ജാവയൊക്കെയാണ്. ജാവാസ്ക്രിപ്റ്റിലൊക്കെ പിള്ളേർക്ക് പല സ്ക്രിപ്റ്റുകൾ പഠിക്കേണ്ടി വരും. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് റൂബിയിലുണ്ട്, പേളിലുണ്ട്. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പിള്ളേർ ഇതൊക്കെ പഠിച്ചിടങ്ങളിൽ ഇതിനൊരു അടിസ്ഥാനം വേണമെന്നുള്ളതുകൊണ്ടാണ് ഇപ്പം ക്രൈറ്റീരിയ സയൻസ് പഠിക്കണം എന്നുള്ളത് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് ഇനി കൂടുതലായിട്ട് ഫർദർ ആയിട്ടുള്ള സ്റ്റഡീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പം യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിരിക്കുന്നത് +2 സയൻസ് പഠിച്ചിരിക്കുന്ന സ്റ്റുഡൻസിനാണ് ഈ കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ 10ാം ക്ലാസ്സിന്റെയും +2ന്റെയും ഒക്കെ റിസൾട്ട് വന്നിരിക്കുന്ന ഒരു മൊമെന്റ് കൂടിയാണ്. ശരിക്കും കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാദർ ഇപ്പൊ തന്നെ പറഞ്ഞത്. സയൻസ് +2 എടുത്തിരിക്കണം. അത് ഗംഭീരമായിട്ടുള്ള ഒരു മാർക്കും നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലും സെറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇനി പ്രത്യേകിച്ച് ഇനിയിപ്പം ഇതിനെക്കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേര് തീർച്ചയായിട്ടും നിങ്ങൾ +1 അല്ലെങ്കിൽ +2 സയൻസ് എടുക്കുക. സയൻസ് വിഷയം പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിനിപ്പം ഇതൊരു ട്രെൻഡ്, നമ്മുടെ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കൊരു മൊബൈൽ ഇല്ലാതെ അല്ലെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ ഇല്ലാതെ ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ സെക്യൂരിറ്റി ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഒരിക്കലും ഇതിനൊരു ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുന്നില്ല. ഓരോ ദിവസം ഇതിന് ഇമ്പോർട്ടൻസ് കൂടി. അപ്പോൾ ആരും ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവരാരെങ്കിലും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സയൻസ് വിഷയം എടുക്കുക. പ്രത്യേകിച്ച് മാത്സ് പഠിക്കുക, മാത്സ് സയൻസ് എടുക്കുക. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമയമാണല്ലോ. അങ്ങനെ ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് എന്റെ ഭാവി എനിക്ക് ഈ വഴിയിലൂടെ മുന്നേറണം അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് പോകണം എന്നുള്ളൊരു തീർച്ചയായിട്ടും സയൻസ് ചൂസ് ചെയ്യുക. ഭാവിയിൽ 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ സൈബർ ഫോറൻസിക് പഠിക്കാനായിട്ട് തീർച്ചയായിട്ടും വരാം. ഉറപ്പായിട്ടും. എന്നാലും ഫാദർ റോബിൻ നമ്മോടൊപ്പം സഹായത്തിനായിട്ട് ഇന്ന് ഉയരയിൽ കൂടെ തന്നെയുണ്ട്. ഈ വിഷയത്തെ പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ എനിക്കുണ്ട്, പേടിക്കേണ്ട. അപ്പൊ എന്തായാലും നമ്മളൊക്കെ ചോദിച്ചിരിക്കും, അറിഞ്ഞിരിക്കും. ഈ സൈബർ ഫോറൻസിക്കിനെ നമുക്കൊന്ന് വശത്താക്കാം. ഓക്കെ, കേട്ടോണ്ടേയിരിക്കും. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. You are listening to ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. സർഗക്ഷേത്ര 89.6 FM ഇന്ന് ഉയരയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ. ഇന്നത്തെ മേഖലയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥയിൽ, തലമുറയിലൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ളൊരു സബ്ജക്റ്റ് ആണ് ഈ സൈബർ ഫോറൻസിക് എന്ന് പറയുന്നത്.
കുട്ടികളെല്ലാവരും ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് അവരുടെ ഒരു ഹൈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉള്ളവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കോഴ്സിലേക്ക് ഓപ്റ്റ് ചെയ്യാം. പക്ഷേ കുറച്ച് മുൻപേ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഈ കോഴ്സിലേക്ക് എത്താം, നല്ലൊരു ഭാവി നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. സോ അതിനുള്ള കുറച്ച് സംശയങ്ങളുമായിട്ടാണ് നമ്മൾ ഉയരയിൽ ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുന്നത്. നമ്മോടൊപ്പം കൂടെയുള്ളത് ഗിരിദീപം കോളേജിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഫാദർ റോബിൻ ഈട്ടിത്തടത്തിലാണ്. അദ്ദേഹം നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഇന്ന് നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ഈ കോഴ്സിനെ ഫുൾ അങ്ങോട്ട് മനസ്സിലാക്കും. സോ അച്ഛാ, കുറച്ച് മുൻപ് നമ്മൾ ഈ സൈബർ ഫോറൻസിക് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, കൂടെ ഈ കുട്ടികൾക്ക് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഇനി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സൈബർ സെക്യൂരിറ്റി കോഴ്സുകളെ പറ്റി. ശരിക്കും സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ക്രൈം നടക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പറയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും. അതുപോലെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ക്രൈം നടക്കുന്നതിന് മുൻപേ നമ്മുടെ പ്രശ്നം വരരുതേ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് തടയിടുന്ന പരിപാടിയാണ് ഈ സൈബർ സെക്യൂരിറ്റി. പക്ഷേ സൈബർ ഫോറൻസിക്കിലേക്ക് വരുമ്പോൾ ഒരു ക്രൈം നടന്നതിന് ശേഷം നമ്മൾ നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഓഫ് പ്രോഗ്രാം ആണ്. പക്ഷേ ഇത് തമ്മിലുള്ള കൂടുതൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും ഫാദർ? ഇപ്പൊ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെ നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ സൈബർ ഇടങ്ങൾ എങ്ങനെ സെക്യൂർ ആക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ പഠിക്കും. അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ സെക്യൂർ ആക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഡാറ്റ നമുക്കറിയാം ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ സൈബർ ഇടത്തിലാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ട്രാൻസാക്ഷൻസ് ആവട്ടെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പ് ആവട്ടെ, എല്ലാം ഈ ഒരു സൈബർ ഇടത്തിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അത് സെക്യൂർ ആക്കുക എന്നുള്ളത് ഒരു പടി. ആ ഒരു പടി കൂടി കടന്നിട്ടാണ് നമ്മൾ സൈബർ ഫോറൻസിക് വരിക. പ്രത്യേകിച്ചും നമ്മൾ പ്രിവെന്റിങ് ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തതാണ് നമ്മൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളത്. അടുത്ത സ്റ്റെപ്പാണ് പ്രൊട്ടക്ഷൻ. ഇനി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല, നമുക്കറിയാം ഒരു വൈറസ് ഇറങ്ങും, ഒരു ആന്റിവൈറസ് ഇറങ്ങും എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഇതിന്റെ ബ്രീച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം എത്ര ടൈറ്റ് ആയിട്ട് സെക്യൂരിറ്റി ഉണ്ടെങ്കിലും ഇത് സെക്യൂരിറ്റി ബ്രീച്ച് ഡേ ടു ഡേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്കതിനെ അറിയാം എത്രയോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സൈബർ ഇടങ്ങളിൽ ആൾക്കാർ പറ്റിക്കുന്നുണ്ട്. എന്തൊക്കെ തട്ടിപ്പുകൾ നടക്കുന്നു. ഇവനിപ്പോ നമ്മള് ഫോൺ വിളിച്ചാൽ പോലും സൈബർ കുറ്റങ്ങൾ പോലീസിൽ നിന്ന്. അത്രത്തോളം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ സൈബർ ഇടങ്ങളിലെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് ഒരു പടി കൂടി കടന്ന് ഒരു കുറ്റകൃത്യം സംഭവിച്ചു, ഇതിനെങ്ങനെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഫോറൻസിക്കിൽ നമ്മൾ പഠിക്കുക. പ്രത്യേകിച്ചും ഇതിന് ക്രിമിനോളജി ആയിട്ടും ഒരു ബന്ധമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ഒരു ക്രൈം നടന്നാൽ ആദ്യം നമ്മൾ നോക്കുന്ന എന്താണ്, മൊബൈൽ ടവർ എവിടെയാണ്, അല്ലെങ്കിൽ അവസാനം വന്ന കോൾ ആരുടെയാണ്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട മെസ്സേജുകൾ പോലും നമ്മൾ റിട്രൈവ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. ഇന്ന് നമുക്കൊരു മൊബൈൽ ഇല്ലാത്ത ഒരാൾ കുറ്റകൃത്യം ചെയ്താൽ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടായിരിക്കും. എന്ന് പറഞ്ഞ പോലെ മൊബൈൽ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫിനെ ഈസി ആക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ. പക്ഷെ നമ്മുടെ ലൈഫിനെ ഇത്രത്തോളം നമുക്ക് ഇൻസെക്യൂർ ആക്കുന്ന ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മളപ്പോ ഇത് എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, അതാണ് ഇതിന്റെ ഒരു ജോലി സാധ്യതയും കൂടെ അതിനകത്ത് വരുന്നത്. മറ്റു കോഴ്സുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുണ്ട്. പ്രത്യേകിച്ചും പിള്ളേരുടെ ഉള്ളിൽ ഒരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, അഞ്ചാം പാതിര അല്ലേ, ഇല്ലെങ്കിൽ അങ്ങനെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ, സൈബർ ക്രൈം, ഓപ്പറേഷൻ ജാവ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൈബർ ഇടങ്ങളിലെ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പിള്ളേർ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് ഉണ്ടാകുന്ന ഒരു കൗതുകമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ എൻക്വയറി ഒക്കെ നമുക്ക് വരുമ്പോൾ അറിയാം അല്ലെ, പിള്ളേർ സംശയം ചോദിക്കുന്നത്, ഈ +2 പഠിക്കുന്ന പിള്ളേരൊക്കെ നമ്മളോട് സംശയം ചോദിക്കുന്നത് എപ്പോഴാണ് ഹാക്കിങ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സ്വന്തമായിട്ട് യൂട്യൂബ് നോക്കി ഹാക്കിംഗ് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ പിള്ളേരുടെ ഒരു മെയിൻ കൗതുകം, ഇത് കുട്ടികളുടെ ഒരു കൗതുകം, എപ്പോൾ ഹാക്കിംഗ് പഠിക്കണം, അല്ലെങ്കിൽ എപ്പോൾ ഹാക്കിംഗ് പഠിക്കാം, എന്നിട്ട് ആരെയും ഹാക്ക് ചെയ്യാം. അപ്പൊ ഞങ്ങള് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും മിക്കവാറും നമ്മുടെ തന്നെ വെബ്സൈറ്റ് ആയിരിക്കും ആദ്യം പിള്ളേർ ഹാക്ക്. അതുകൊണ്ട് ഇത് പഠിക്കുന്നതിനകത്ത് പിള്ളേർക്ക് ഒരു കൗതുകമാണ്, ഇതിന്റെ പ്രാക്ടിക്കാലിറ്റിയാണ്. ഈ ഒരു വിഷയത്തിന്റെ പ്രാക്ടിക്കൽ സൈഡാണ് ഇതിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവം മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യം ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റിയെ വളർത്തുന്നതിൽ എനിക്കൊന്ന് ഈ കോഴ്സ് നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ആ ഒരു നമ്മുടെ ഉള്ളിലെ ക്യൂരിയോസിറ്റി, ഹ്യൂമൻ ക്യൂരിയോസിറ്റിയെ വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ അതിനൊരു ഉത്തരം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ട്. അതിന് ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുണ്ട്. അതിനെ ഈ സൈബർ സെക്യൂരിറ്റിയിൽ നിന്നും ഈ കോഴ്സിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. എന്തായാലും ഈ ഒരു കോഴ്സിനെ കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് കുറെ അധികം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഉത്തരങ്ങളും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആ ക്യൂരിയോസിറ്റിയെ കളയാനുള്ള സൊല്യൂഷനും ഈ കോഴ്സിൽ തന്നെ ഉണ്ട്. നമ്മൾ കൂടുതലായിട്ടും ഈ കോഴ്സിനെ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പാട്ടുകൾക്ക് ശേഷം നമുക്കൊരു പാട്ടിലേക്ക് അങ്ങോട്ട് പോയാലോ? ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ സോങ് ഈസ് ഓൺ ദി വേ, സോ കീപ് ഓൺ ലിസണിംഗ് ടു
സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയാണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയാണ്. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഉയരയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്ന ഒരു കോഴ്സാണ്, നമ്മുടെ ട്രെൻഡിനൊപ്പം പോകുന്ന ഒരു കോഴ്സാണ്, നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കോഴ്സാണ് ഈ സൈബർ ഫോറൻസിക് എന്ന് പറയുന്നത്. ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ സൈബർ യുഗത്തിൽ ആ ഒരു ഇൻഡിവിജ്വലിന് എന്തൊക്കെ കണക്ഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ക്രമസമാധാനത്തിന്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നു ഈ ഒരു കോഴ്സിന് ഒരുപാട് പങ്കുണ്ട്. കുറേയധികം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നെയാണ് ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെയും അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ ഏറ്റവും എക്സലായിട്ട് നിൽക്കുന്ന ഇൻഡിവിജ്വൽസിനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ബ്രില്യൻ കോഴ്സിനെ നമ്മൾ കൂടുതലായിട്ട് അറിയാൻ പോവാണ് ഇന്നത്തെ ഉയരയിലൂടെ. ആൻഡ് ഒരു എക്സ്പേർട്ട് തന്നെയാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ സ്വന്തം ഗിരിദീപം കോളേജിന്റെ ഡയറക്ടറായ ഫാദർ റോബിൻ ഈട്ടിത്തടത്തിൽ. അച്ഛാ, വീണ്ടും ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടും കൂടി സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് നമ്മൾ ഈ ഒരു കോഴ്സിന്റെ കോർ സബ്ജക്ട്സിനെ പറ്റിയാണ് ഇനി അറിയാൻ താല്പര്യമുള്ളത് അച്ഛാ. അപ്പം നമുക്കറിയാം നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് എല്ലാം 4 ഇയർ കോഴ്സുകളാക്കി ഡിഗ്രി ഓണേഴ്സ് പ്രോഗ്രാം ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് 8 സെമസ്റ്ററാണ് മൊത്തം ഈ ഒരു കോഴ്സിന് വരുന്നത്. അപ്പം നമുക്കറിയാം ഇന്ന് 8 സെമസ്റ്ററിൽ എങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് പാക്ഡ് ആയിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു വെല്ലുവിളിയാണ്. അതെ, 3 വർഷ കോഴ്സ് തന്നെ പിള്ളേർ കഷ്ടപ്പെട്ട് പഠിക്കുന്നു. അപ്പം ഇതിന്റെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം പിള്ളേരെ എങ്ങനെ ഈ പിള്ളേരുടെ ഉള്ളിൽ ഈ ഒരു ഫയർ കീപ്പ് ചെയ്യാന്നുള്ളത് 4 വർഷം അവരുടെ അതെ ഈ കനല് കത്തിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്ന രീതിയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ചും ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ബേസിക്സ് ഒക്കെ പഠിക്കും. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡാറ്റ റിക്കവറി, ഫോറൻസിക്കിന്റെ ബേസിക്സ് ഒക്കെ നമ്മൾ പഠിക്കും. സെക്കൻഡ് സെം വരുമ്പോൾ നമ്മൾ പിള്ളേർ ഏറ്റവും കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഹാക്കിംഗ്. വെറും ഹാക്കിംഗ് അല്ല, എത്തിക്കൽ ഹാക്കിംഗ്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എത്തിക്കൽ ഹാക്കിംഗ്. അപ്പോൾ എത്തിക്കൽ ഹാക്കിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിക്കും. ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്ത സെമ്മിലൊക്കെ വരുമ്പോൾ നമ്മൾ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചും നമ്മൾ പഠിക്കും. അവിടെയാണ് നമുക്ക് അത് കഴിഞ്ഞ് വരുന്ന സെമ്മിലാണ് നമ്മൾ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാ സെമ്മിലും ഇതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം ഉണ്ടാവും. മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് 3rd സെമ്മിലുണ്ട്. പിന്നീട് വരുമ്പോൾ നമുക്ക് ഡാറ്റ അനലൈസിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ എത്തിക്സ് ഇൻ AI. നമുക്കറിയാം നമ്മൾ വെറും ലോകത്തല്ല ജീവിക്കുന്നത്, AI ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ ലോകം AI-യുടെ അനന്ത സാധ്യതകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ AI-യിലെ എത്തിക്സ് ഇപ്പം പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലായാലും എവിടെയാലും നമ്മൾ ഈ എത്തിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഈ എത്തിക്സിനെ കുറിച്ച് പിള്ളേർ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് എത്തിക്കൽ ഹാക്കിംഗ്. നമ്മൾ വെറും ഹാക്കിംഗ് അല്ല, എത്തിക്കൽ ഹാക്കിംഗ് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അങ്ങനെ നമ്മൾ എല്ലാ സെമസ്റ്ററിലും ഇങ്ങനെ കംപ്ലീറ്റ് പാക്ഡ് ആയിട്ടൊരു പ്രോഗ്രാമാണ് ഈ സൈബർ ഫോറൻസിക്. പ്രത്യേകിച്ചും 4th സെമ്മിലാണ് ഇന്റേൺഷിപ്പ്, 8th സെമ്മിലാണ് നമ്മുടെ പ്രോജക്ട്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കൽ ഹാക്കിങ്ങിന്റെ പ്രാക്ടിക്കൽസ്, അങ്ങനെ കംപ്ലീറ്റ് പാക്ഡ് ആയിട്ട് പ്രാക്ടിക്കൽസും തിയറിയും ഒരേപോലെ കൊണ്ടുവന്നൊരു കോഴ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പിള്ളേരെ ഒരു ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, അവരുടെ ഉള്ളിൽ ആ ഫയർ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കും. അത് അതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണിത്. അപ്പോൾ കോർ സബ്ജക്ട്സുകളെ പറ്റി നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞു. ഇനി നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുന്നത്. പക്ഷെ അതിനുള്ള ഉത്തരം നമ്മൾ പാട്ടുകൾക്ക് ശേഷമാണ് അറിയാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം നമ്മോടൊപ്പം കൂടെയുള്ളത് ഗിരിദീപം കോളേജിന്റെ ഡയറക്ടറായ ഫാദർ റോബിൻ ഈട്ടിത്തടത്തിൽ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയാണ്. നമ്മൾ സൈബർ ഫോറൻസിക് വേൾഡിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ ഒരു മൊമെന്റിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിന്റെ സാധ്യതകളെ പറ്റിയും അതുപോലെ തന്നെ ഈ കോഴ്സ് എന്താണെന്നും നമ്മൾ കാര്യമായിട്ട് ഡീപ്പായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. നമ്മോടൊപ്പം ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന് നന്നായി തന്നെ മെന്റർ ചെയ്യാൻ
നമ്മുടെ ഇപ്പം കൂടെയുള്ളത് ഗിരിദീപം കോളേജ് ഡയറക്ടർ ഫാദർ റോബിൻ ഈട്ടിത്തടത്തിലാണ്. അച്ഛാ, നമ്മൾ കോർ സബ്ജക്ട്സിനെ പറ്റി സംസാരിച്ചു. ഇനി സൈബർ ഫോറൻസിക് കോഴ്സിൽ ഉറപ്പായിട്ടും സോഫ്റ്റ്വെയർസിനെ പറ്റിയും ടൂൾസിനെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് അവരെ പഠിപ്പിക്കുന്നത്? നമ്മൾ ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിപ്പിക്കുന്നതോടൊപ്പം നമ്മൾ വളരെ പ്രത്യേകിച്ച് നമ്മൾ ലിനക്സ്, അതുപോലെ തന്നെ നമ്മൾ ജാവാ സ്ക്രിപ്റ്റിംഗ്, അതുപോലെ തന്നെ C++ എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ അതുപോലെ വെബ് ഡിസൈനിങ്ങിന്റെ സോഫ്റ്റ്വെയറുകളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പൈത്തൺ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്. നമ്മൾ ഏത് മീഡിയ കോഴ്സ് എടുത്താലും അതിനകത്ത് നമുക്കറിയാം, ഇതിനകത്തൊക്കെ നമുക്ക് വെബ് ഡിസൈനിങ്, ഇതിനകത്തും വെബ് ഡിസൈനിങ് ഉണ്ട്. അത് ഞാൻ വളരെ അത്ഭുതത്തോടെ കണ്ടത്, ഞാൻ ജേർണലിസം പഠിച്ച ഒരാളാണ്. ഞാൻ ജേർണലിസം പഠിച്ചപ്പോൾ വെബ് ഡിസൈനിങ് പഠിക്കേണ്ട വന്നു. അപ്പം വെബ് ഡിസൈനിങ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പം ഇതിനകത്ത് സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ഒരു വെബ്സൈറ്റ് ഹാക്കായി, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇന്ന് കണ്ട വെബ്സൈറ്റ് നാളെ ഇല്ല, അല്ലെങ്കിൽ ചില വെബ്സൈറ്റിലൂടെ നമ്മുടെ ഇൻഫർമേഷൻ ചോർത്താൻ പറ്റുന്ന വെബ്സൈറ്റുകളും അവൈലബിൾ ആണ്. നമ്മുടെ ഒരു ക്ലിക്കിൽ തന്നെ നമ്മളൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, നമ്മളെ വെബ്സൈറ്റിലോട്ട് കയറുന്നതിന് പിന്നെ നമ്മുടെ ഡാറ്റ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയറുകൾ, അല്ലെങ്കിൽ പൈത്തൺ, ലിനക്സ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളെല്ലാം നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടും ഡീപ്പായിട്ടും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. BCA കോഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് വരുന്നത്, നമ്മൾ ഈ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുകയും പിള്ളേർക്ക് അതിന്റെ പ്രാക്ടിക്കൽ, പ്രത്യേകിച്ചും നമ്മൾ ലാബ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 50% നമ്മൾ ലാബിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. അതുകൊണ്ട് ലാബ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതൊക്കെ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും മറ്റ് ജില്ലക്കാരുണ്ട്. അതായത് ഇപ്പോൾ കോട്ടയാണ് നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ നിൽക്കുന്നതെങ്കിലും നമുക്ക് കുറേ ലിസണേഴ്സ് നമ്മുടെ കോട്ടയം ജില്ലയ്ക്ക് പുറമേ ഉണ്ട്, അല്ലെങ്കിൽ അബ്രോഡ് ഉണ്ട്. അപ്പോൾ അവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കോഴ്സിന് താല്പര്യമുണ്ട്, പക്ഷെ ഇത് എങ്ങനെ നമുക്ക് അവിടെ നിന്ന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ ഡീപ്പായിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഒരു സോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുത്തരം പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ ഗിരിദീപം കോളേജ് ഇതിനു വേണ്ടി സൗകര്യം ഒരുക്കുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളൊരു ഹെൽപ്പ് ഡെസ്ക് കോളേജിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോളേജിന്റെ വെബ്സൈറ്റിൽ വരാം. അതിനകത്ത് നിന്ന് നമുക്ക് കോളേജിന്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പം തീർച്ചയായിട്ടും കോളേജിന്റെ ഭാഗത്തുനിന്ന് ആര് എൻക്വയറി ചെയ്താലും എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമ്മൾ ഹെൽപ്പ് ഡെസ്ക് വഴി യൂണിവേഴ്സിറ്റി സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കൂടുതൽ എൻക്വയറിക്ക് വേണ്ടി കോളേജിന്റെ ഹെൽപ്പ് ഡെസ്കിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അല്ലാതെ തന്നെ രജിസ്ട്രേഷൻ എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സൈബർ ഫോറൻസിക് കോഴ്സിന് ആദ്യം കോൾ വന്നത് ദുബായിൽ നിന്നാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ആഡ് നമ്മുടെ കോളേജിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടു. ആദ്യത്തെ കോള് വരുന്നത് ദുബായിൽ നിന്നാണ്. അപ്പോൾ ഈ കോഴ്സ് പഠിക്കാനായിട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ കോഴ്സ് പഠിക്കാനായിട്ട് വരുന്നെന്ന് പറഞ്ഞു. നമ്മൾക്ക് ആദ്യത്തെ അഡ്മിഷൻ വന്നത് തന്നെ നമുക്ക് എബ്രോഡ് നിന്നായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ഈ സൈബർ സെക്യൂരിറ്റി സാധ്യതകൾ നമ്മുടെ ജീവിക്കുന്ന ഈ ലോകത്തിനപ്പുറം വേൾഡിൽ എല്ലായിടത്തും ഇത് പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്ന അനുസരിച്ച് ഇതിനെതിരെയുള്ള ഇതിന്റെ ബ്രീച്ചും അല്ലെങ്കിൽ ഇതിന്റെ സൈബർ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് വർദ്ധിച്ചു വരുന്ന കാലത്ത് ഇതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇതിനൊരു ട്രെൻഡ് അവസാനിക്കുന്നില്ല. ഇതിന്റെ ട്രെൻഡ് കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടന്റെ പുതിയ സിനിമ പോലെ ഈ ട്രെൻഡ് തുടരും, ഒരിക്കലും അവസാനിക്കുന്നില്ല. അതെ. അപ്പൊ എന്തായാലും ഫോറൻസിക് കോഴ്സിനെ കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു ട്രെൻഡ് അവസാനിക്കുന്നില്ല, തുടരും. അതുപോലെ തന്നെയാണ് ഉയരവും തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു പാടുകൾക്ക് ശേഷമാണെന്ന് മാത്രം കേട്ടോ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ഉയരയിൽ നോർമലി എന്നും സംസാരിക്കാറുള്ളത് പുതിയ പുതിയ കോഴ്സുകളെ പറ്റി, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള കോഴ്സുകളെ പറ്റിയായിരിക്കും. പക്ഷേ കൂടുതൽ ആ ഒരു കോഴ്സിനെ നമ്മൾ അറിയുന്ന ഒരു മൊമെന്റ് ആണ് ഈ 2 മണിക്കൂർ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പുതിയ ഒരു കോഴ്സിനെ പറ്റി, അല്ലെങ്കിൽ പുതിയ സാധ്യതകൾ നമുക്ക് തരുന്ന ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൈബർ ഫോറൻസിക് കോഴ്സ്. ആൻഡ് നമ്മോടൊപ്പം ഈ ഒരു കോഴ്സിനെ കൂടുതലായിട്ട് പരിചയപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ളത് ഗിരിദീപം കോളേജിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഫാദർ റോബിൻ ഈട്ടിത്തടത്തിലാണ്. അച്ഛാ, നമ്മൾ സാധ്യതയെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ ഏതൊരു കുട്ടിക്കാണെങ്കിലും അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു ജോലിയാണ്, അല്ലെ? അവരുടെ ഒരു ലൈഫ് സെറ്റ് ആക്കണമെങ്കിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ലൈഫിന്റെ പല കടമ്പകളൊക്കെ കടന്ന് നമ്മളൊന്ന് സെറ്റായി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? ഓൾമോസ്റ്റ് ആയി. അപ്പോൾ നമ്മുടെ ജോലി സാധ്യതകൾ എന്നുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ എന്തായിരിക്കും സൈബർ ഫോറൻസിക്കിന് ഒരു ഉത്തരം ഉണ്ടാവുക? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ പിള്ളേർ കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. ഇപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ജോലി കിട്ടും, ഈ കോഴ്സ് പഠിച്ചാൽ
എൻ്റെ ലൈഫ് എവിടെ എത്തും, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് അതിനെക്കുറിച്ച് ഇച്ചിരി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന പിള്ളേരാണ് ഇന്ന് കൂടുതലും. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുട്ടികളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, പിള്ളേർ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അവരെ ഒരു 90% പിള്ളേരും വളരെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന പിള്ളേരാണ്. തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ സൈബർ ഫോറൻസിക്സ് കോഴ്സ് പഠിച്ചാൽ എന്താണ് ജോലി സാധ്യത? 2 സാധ്യതയാണ്. പബ്ലിക് സെക്ടറിലുണ്ട്, പ്രൈവറ്റ് സെക്ടറിലുണ്ട്. ഇന്നൊരു ഗാഡ്ജറ്റ് ഉപയോഗിക്കാത്ത ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനവും ഇല്ല. അപ്പം നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നമുക്കറിയാം ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. ബാങ്കിങ് മേഖലയിലുണ്ട്, ഹെൽത്ത് കെയറിലുണ്ട്. എല്ലായിടത്തും നമുക്ക് ഈ സൈബർ സെക്യൂരിറ്റി, സൈബർ ഫോറൻസിക് അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. ജോലി സാധ്യതകൾ ഏറെ ജോലി സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഗവൺമെന്റിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം പോലീസ്, അല്ലെങ്കിൽ നമ്മുടെ സൈബർ ഫോറൻസിക് ടീം. നമുക്കറിയാം സൈബർ പോലീസൊക്കെ നമ്മുടെ ഇവിടെ വളരെ ആക്റ്റീവായിട്ടുള്ള, ഏറ്റവും കൂടുതൽ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത അത്രയും ജോലിയുണ്ട് അവർക്ക്. പ്രത്യേകിച്ചും നമ്മുടെ ഇവിടെ കേസുകളൊക്കെ ഇങ്ങനെ തെളിയിക്കപ്പെടാതെ കിടക്കുന്നത് ഇതിനുള്ള പേഴ്സണൽസിന്റെ കുറവ് നമ്മുടെ ഗവൺമെന്റ് ലെവലിൽ ഒത്തിരി ഉണ്ട്. പ്രത്യേകിച്ചും സൈബർ ക്രൈമുകൾ കൂടുന്നതനുസരിച്ച് ഇതിന് ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാനില്ല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. പ്രത്യേകിച്ചും നമ്മൾ സൈബർ സെക്യൂരിറ്റി പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിക്കും പറയാം, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാനില്ല. പ്രത്യേകിച്ചും ഇതൊരു ട്രെൻഡ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ എത്രയും വേഗം പഠിച്ചിറങ്ങിയാൽ എത്രയും പെട്ടെന്ന് നല്ല ജോലി. പ്രത്യേകിച്ചും ഗവൺമെന്റ് ലെവലിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. മിലിറ്ററി, ഇന്റലിജൻസ്, IB, എവിടെ വേണമെങ്കിലും, എയർപോർട്ട്സിലാണെങ്കിലും. ഇനി വിദേശത്തേക്ക് പോകാനാണെങ്കിൽ വിദേശത്തൊക്കെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബാണ് സൈബർ ഫോറൻസിക് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി. അതുകൊണ്ട് ഇതിന്റെ ജോലി സാധ്യതകളെ കുറിച്ച് നമുക്ക് അതും തുടരും, ജോലി സാധ്യതകൾ തുടരും. ഇത് കൂടത്തേ ഉള്ളൂ. നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ സൈബർ ഇടങ്ങളിലുള്ള സെക്യൂരിറ്റീസ് വർദ്ധിക്കത്തേ ഉള്ളൂ, കുറ്റകൃത്യങ്ങൾ കൂടാനേ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരിക്കലും നശിക്കുന്നില്ല. അതുകൊണ്ട് ജോലി സാധ്യതകൾ അനന്തമായിട്ട് കിടക്കുകയാണ് നമ്മുടെ മുന്നിൽ. അപ്പൊ എന്തായാലും ഈ ഒരു ഉത്തരം കിട്ടിയോടുകൂടി മേ ബി ഇപ്പോ നമുക്കൊന്ന് ചെയ്താലോ എന്നുള്ളൊരു തോട്ട് പലർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ നെക്സ്റ്റ് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫീസിന്റെ കാര്യം. അപ്പോൾ ഈ കോഴ്സിന്റെ ഫീ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് യൂണിവേഴ്സിറ്റി ഫീ വരുന്നത് 21,000 ആണ്. യൂണിവേഴ്സിറ്റി നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് പെർ സെമ്മിന്. അപ്പൊ നമുക്ക് മൊത്തം 8 സെമസ്റ്ററുകളാണ് നമുക്കുള്ളത്. ഒരു സെമസ്റ്ററിന് ഏകദേശം 21,000 എക്സ്പെൻസ് ആവും നമ്മളൊരു ഫീ ആയിട്ട് വരുന്നത്. ഏകദേശം ആ ഒരു ഫീസ് വരും. ഓക്കെ. അപ്പൊ എന്തായാലും ആ ഉത്തരവും കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊരു പാട്ട് അങ്ങോട്ട് കേൾക്കാം അല്ലേ? പാട്ടുകൾക്ക് ശേഷമാണ് നമ്മൾ കൂടുതലായിട്ടും സൈബർ ഫോറൻസിക്കിനെ പറ്റി അറിയാനായിട്ട് പോകുന്നത്, മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. റോബിൻ അച്ഛൻ കൂടെ തന്നെ ഉണ്ടാവും. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഗിരിദീപം കോളേജിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഫാദർ റോബിൻ ഈട്ടിത്തടത്തിലാണ്. അച്ഛൻ നമ്മുടെ ഗിരിദീപം കോളേജിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കോഴ്സിനെ പറ്റി, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കോഴ്സിനെ പറ്റിയാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൈബർ ഫോറൻസിക് കോഴ്സ്. ഈ കോഴ്സിന്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്ന് ഇത്ര നേരം നമ്മുടെ ഉയരെ കേട്ടവർക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ അതിനോടനുബന്ധിച്ച് തന്നെ അച്ഛ ഒരു ചോദ്യം ചോദിച്ചേക്കട്ടെ. ഈ കോഴ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, നല്ല രീതിയിലുള്ള ശ്രദ്ധ വേണം, കാരണം അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു കോഴ്സാണ്. അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും അതിനേക്കാൾ സ്ട്രെസ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്രയും പ്രിപ്പറേഷൻ അവർക്ക് ആവശ്യമാണ്. സോ ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന, അതായത് ഈ ഒരു കോഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇതൊരു പുതിയ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസോഴ്സ് പേഴ്സൺസിന്റെ എണ്ണം വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമ്മളിതൊരു ഡിഗ്രി കോഴ്സായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ഇതിനെ ഡിസൈൻ ചെയ്ത് വന്നിട്ട് അധികം നാളായില്ല. അധികം കോളേജുകളിലും ഇത് കോഴ്സ് വന്നിട്ടില്ല. വളരെ MG യൂണിവേഴ്സിറ്റി തന്നെ വളരെ ചുരുക്കം കോളേജുകളിൽ ഈ കോഴ്സ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ പാരൻസും പിള്ളേരൊക്കെ തിരിച്ചറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിന് മുന്നേ, കാലത്തിന് മുന്നേ സഞ്ചരിക്കുക എന്ന് പറഞ്ഞ പോലെ വളരെ ചുരുക്കം ആൾക്കാർ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്തവരുണ്ട്, അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ നമ്മുടെ കേരളത്തിൽ പലയിടത്തും അവൈലബിൾ ആണ്. പക്ഷേ ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു MSc സൈബർ ഫോറൻസിക് ഉണ്ട്, അതൊന്നും പഠിച്ച് വരുന്ന ഒരു തലമുറ വരുന്നതേ ഉള്ളൂ. അത് വളരെ ചുരുക്കമാണ്. നമുക്ക് റിസോഴ്സ് പേഴ്സൺസ് വളരെ ചുരുക്കമാണെങ്കിൽ പോലും ഉള്ള ആൾക്കാർ ദേ ആർ ഹൈലി ടാലന്റഡ്, ദേ ആർ ഹൈലി പെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നമ്മളൊരു സോഫ്റ്റ്വെയർ ഒക്കെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം, ഹൈലി പെയ്ഡ് ആണ് അവർ. അതുപോലെ അവർ അങ്ങനത്തെ ആൾക്കാർ റിസോഴ്സ് പേഴ്സൺസിന് കിട്ടാനും പാടാണ്. ഇവര് ഡീൽ ചെയ്യുന്നത് മനുഷ്യരെ മാത്രമല്ല, നമ്മുടെ മെഷീൻസിനെയും കൂടെയാണ്. അപ്പോൾ വളരെ ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ്. അതുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഇപ്പം നമ്മുടെ കോളേജിലാണെങ്കിലും ടീച്ചേഴ്സൊക്കെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സാണ്. നമുക്ക് സൈബർ ഫോറൻസിക് പഠിച്ച എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് നമ്മുടെ അവിടെ പഠിപ്പിക്കുന്നതും
നമ്മൾ പുതിയതായിട്ട് കോഴ്സ് തുടങ്ങുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളിപ്പോൾ സ്റ്റാഫായിട്ട് ടീച്ചിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം പഠിച്ചിറങ്ങുന്നവർക്ക് ആദ്യം നല്ല ജോലികൾ കിട്ടും എന്ന് പറയുന്ന പോലെ ഒരു ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാനാണ് പിള്ളേർ തയ്യാറാവേണ്ടത്. അപ്പം തീർച്ചയായിട്ടും ഒരു സംശയിക്കേണ്ട ഒരു കാര്യമില്ല. ഈ ട്രെൻഡ് അവസാനിക്കത്തില്ല എന്ന് പറയുന്ന പോലെ സംശയിക്കേണ്ട കാര്യമില്ല. പേഴ്സണൽ ലെവലായാലും എന്ത് കാര്യത്തിലാണേലും ഇന്ന് സൈബർ സെക്യൂരിറ്റി, സൈബർ ഫോറൻസിക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതില്ലാതെ ഇനി മുന്നോട്ടൊരു ജീവിതം നമ്മൾ ഇതിനോടൊക്കെ അഡ്ജസ്റ്റഡ് ആയിട്ട് ഇനി മുന്നോട്ട് പോകാനേ നമ്മൾ തിരിച്ചു പോക്കില്ല. അതെ. അപ്പൊ എന്തായാലും ടീച്ചേഴ്സ് നല്ല മെന്റേഴ്സിനൊപ്പം പഠിച്ചു പോരാനും നല്ലൊരു വലിയ ഭാഗ്യം വേണം. എന്തായാലും ഗിരിദീപം കോളേജിൽ ആ ഒരു ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് എനിക്കും പറയാനുള്ളത്. സോ അച്ഛാ, ഇനി ഒരു 10-20 വർഷങ്ങൾക്കൊക്കെ ശേഷം ഈ ഒരു കോഴ്സിന്റെ സ്കോപ്പ് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിലും ഗംഭീരമായിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഈ കോഴ്സിന്റെ ഒരു സാധ്യത 25 വർഷമൊന്നുമല്ല, മനുഷ്യനുള്ളിടത്തോളം കാലം ഇനി ഈ കോഴ്സിന്റെ പ്രാധാന്യം ഉണ്ടാവും. പ്രത്യേകിച്ചും മൊബൈൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ഇനി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളൊരു 2005 നമ്മൾ ചിന്തിക്കുക മൊബൈൽ ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ചിന്തിക്കുക മൊബൈൽ ഇല്ലാതെ അന്ന് എങ്ങനെ ജീവിച്ചു, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിച്ചു. ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഒരു മണിക്കൂർ പോലും നമുക്ക് നമുക്ക് എന്താണെങ്കിലും നമ്മൾ ആദ്യം നമ്മൾ സെർച്ച് ചെയ്യുന്നത് മെറ്റ AI ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ആദ്യം സത്യമാണേലും അല്ലേ പോലും നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് അവിടെയാണ്. അപ്പൊ ഈ സൈബർ ഇടങ്ങളില്ലാതെ ഇനിയൊരു ജീവിതം നമുക്കില്ല. ഇത് അതുകൊണ്ട് തന്നെ സൈബർ ഫോറൻസിക്കിന് പ്രാധാന്യം കുറയില്ല, അത് കൂടത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതം ഇതുമായിട്ടൊക്കെ നമ്മൾ ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പാരൻസ് ഒക്കെ ഇത് ഇല്ലാതെ എങ്ങനെ ഇവർ ജീവിക്കുന്നത്, ഇപ്പം കീപാഡുള്ള ഫോൺ ഇവരെങ്ങനെ ഇതുകൊണ്ടൊക്കെ ജീവിക്കുന്നത്. നമ്മളത് അങ്ങനത്തെ ആളുകളെ ഇന്ന് കാണാനില്ല, റയറാണ്. ഒരു ദിവസം 100 MB ഒക്കെ കിട്ടുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പം നമുക്ക് 2GB 2.5 GB പോലും തികയുന്നില്ല, അൺലിമിറ്റഡ് ഇന്റർനെറ്റിന്റെ ഒരു കാലം. അപ്പം ഇതിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രാധാന്യം ഒരിക്കലും കുറയാൻ പോകുന്നില്ല. 25 വർഷമൊന്നും അല്ല, മനുഷ്യൻ ഉള്ളിടത്തോളം കാലം, ഈ ഭൂമി ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും ഈ സൈബർ ക്രൈം അല്ലെങ്കിൽ സൈബർ ഫോറൻസിക്, സൈബർ സെക്യൂരിറ്റി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട. ഇപ്പം നമുക്കറിയാം കഴിഞ്ഞൊരു വർഷം ഉണ്ടായിരുന്ന സൈബർ ക്രൈംസിന്റെ എണ്ണം ഈ ഒരു വർഷം നമ്മൾ എടുത്ത് നോക്കൂ, അതിന്റെ പെർസെൻറ്റേജ് അതിന്റെ ഡബിളായി. പ്രത്യേകിച്ചും ഇത്രയും ബോധവൽക്കരണം എല്ലാ കോള് വിളിക്കുമ്പോഴും നമ്മൾ കേൾക്കും അജ്ഞാതമായ നമ്പറിൽ നിന്ന് വരുന്ന കോളുകളൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് വേണമെങ്കിൽ ആ വോയിസ് ഇപ്പൊ ഇടാം അല്ലേ? നമ്മളിത് ആൾക്കാരെ ക്ഷമയോടെ ഇത് കേൾക്കും, പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കാണും. അതായത് ചെറിയ എമൗണ്ടോ വലിയ എമൗണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലോ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടാവാം പേഴ്സണൽ ലെവലും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു ഈ കോഴ്സ് സംബന്ധിച്ച് ഇതൊരു പേഴ്സണൽ ലെവലും കൂടെ നമുക്ക് അറിവ് കിട്ടാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ സ്വയം ബോധവൽക്കരണം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടപ്പെട്ട, പ്രത്യേകിച്ചും ഈ യുവാക്കളായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് അവര് ഇതിനകത്ത് തന്നെ ഈ സൈബർ ലോകത്ത് തന്നെ ജീവിക്കുന്നവരാണ്. അപ്പൊ ഇത് കുറച്ചുകൂടി ബോധവൽക്കരണം അവർക്കും ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് അറിയാന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആവശ്യം കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന്റെ പ്രാധാന്യം ഒരിക്കലും കുറഞ്ഞു പോകില്ല, ഓരോ വർഷത്ത് കൂടി വരത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഈ പരസ്യങ്ങളിലൊക്കെ പറയുന്ന പോലെ ഈ പാഷൻ നമുക്ക് പ്രൊഫഷൻ ആക്കാനുള്ള ഒരു സാധ്യത കൂടി തീർച്ചയായും. പിള്ളേർക്ക് ഞാൻ പറയും യൂട്യൂബിലൊക്കെ നോക്കി ഹാക്കിങ് പഠിക്കുന്ന പിള്ളേരുണ്ട്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഈ കോഴ്സിനകത്ത് അവർ കാണുന്നത് ഹാക്കിംഗ് ആണ്. സോ ഫാദർ, ഹെൽപ്പ് ഡെസ്ക് നമ്മുടെ ഗിരിദീപം കോളേജിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൂടി ഒന്ന് ആശം പറഞ്ഞേക്കാവോ? തീർച്ചയായിട്ടും 7592802949 ഗിരിദീപം കോളേജിന്റെ നമ്പറാണ്. ഈ നമ്പറിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം, ഓഫീസിൽ വിളിക്കാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ടും ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതിയാവും. സോ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തും ഉയരയിലേക്ക്. കൂടെയുള്ള തന്നെയാണ് നമ്മോടൊപ്പം സൈബർ ഫോറൻസിക് എന്ന കോഴ്സിനെ പരിചയപ്പെടുത്താൻ കൂടെ എത്തിയിട്ടുള്ളത് ഗിരിദീപം കോളേജിന്റെ ഡയറക്ടർ ഫാദർ റോബിൻ ഈട്ടിത്തരത്തിൽ. 89.6 FM സർഗക്ഷേത്ര. Once again, welcome back to ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. സൈബർ ഫോറൻസിക് ഈ ഒരു കോഴ്സിന്റെ സാധ്യതകൾ എത്രത്തോളം ആണെന്ന് ഈ ഒരു 2 മണിക്കൂറോളം അടുത്തുള്ള സമയത്ത് നമ്മൾ അറിഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും സമയം പോരാ, ഇനിയും കുറേയധികം സമയം നമുക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ആവശ്യമാണ്. പക്ഷെ നമ്മൾ എല്ലാ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടും ജനറലി ഒന്ന് അറിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സമയം കൊണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ എവിഡൻസിന്റെ പ്രാധാന്യം ഈ ഒരു സൈബർ ഫോറൻസിക്കിന്റെ ഈ ഒരു കോഴ്സിൽ ഉണ്ട്. എന്തൊരു ക്രൈം നടക്കുകയാണെങ്കിലും നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് അച്ഛൻ പറഞ്ഞ പോലെ ഒരാളുടെ ഫോണിലെ കോൾ ലോഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിന്റെ സ്വിച്ച് ഓഫ് ആയത് ഏതൊരു മൊമെന്റിലാണ്, ഏത് ടവറിലാണ് അവസാനം
കണ്ടത്, അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വേൾഡിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം, അതിൻ്റെ അനന്ത സാധ്യതകളെ പറ്റി അറിഞ്ഞിരിക്കണം. സോ അതിനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സൈബർ ഫോറൻസിക് എന്ന് പറയുന്ന ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഗിരിദീപം കോളേജിൽ ഈ ഒരു കോഴ്സ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സോ ആ ഒരു കോഴ്സിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടതും. ആൻഡ് ഫൈനലി അച്ഛാ, ഈ ഒരു കോഴ്സ് ഇനി പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരോട് എന്താണ് അച്ഛന് ഒരു കൺക്ലൂഷൻ എന്നുള്ള നിരക്ക് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, മനുഷ്യന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ക്യൂരിയോസിറ്റി, കൗതുകം. നമുക്കറിയാം, നമ്മൾ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസൊക്കെ നമ്മൾ കണ്ടു. അതിനകത്ത് ഒരു കാർട്ടൂൺ പ്ലേ ചെയ്ത ഒരു ഇത് വെച്ചിട്ടാണ് ആ കൊച്ച് കരയാതിരിക്കാൻ ഒരു കാർട്ടൂൺ പ്ലേ ചെയ്ത് കാണിച്ചു. അത് വെച്ച് ആ ഒരു അടയാളം വെച്ചിട്ടാണ് ഇത് ഏത് കമ്പ്യൂട്ടറിൽ നിന്ന് പ്ലേ ചെയ്തു, ഏത് സമയത്ത് പ്ലേ ചെയ്തു നോക്കി. ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്വഭാവം, ഒരു നമ്മൾ സിനിമ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ കോഴ്സിനെ പഠിക്കാൻ പറ്റും. ഒരു കൗതുകം നമ്മുടെ ഉള്ളിൽ ഒരു കൗതുകം, നമുക്ക് ക്യൂരിയോസിറ്റി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഏത് കോഴ്സിനായാലും. അപ്പം ബേസിക് ഹ്യൂമൻ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം എന്താ പറയുന്നത് പ്രാക്ടിക്കലായിട്ടും കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഇങ്ങനൊരു ഈ ഒരു സൈബർ ഫോറൻസിക് പഠിക്കാൻ എന്തെങ്കിലും ചെറിയൊരു ഫയർ മനസ്സിലുള്ളവർ തീർച്ചയായിട്ടും ഈ കോഴ്സിന് നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ സെക്യൂർ ആക്കും. തീർച്ചയായിട്ടും ഈ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ജോലി സാധ്യതകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുന്നത്, നമ്മൾ പാഷൻ തന്നെ പ്രൊഫഷൻ ആക്കാൻ നമ്മൾ പറഞ്ഞ പോലെ ഈ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കുറച്ചുകൂടെയൊക്കെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന ജോലിയിലുള്ളൊരു പാഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കും, നമ്മൾ എന്റർടൈൻഡ് ആയിരിക്കും, എന്നും മടുക്കില്ല. അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുന്നതിനകത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത് പഠിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഒട്ടും പഠിക്കണ്ട. തീർച്ചയായിട്ടും ഗിരിദീപം കോളേജിൽ നിങ്ങൾക്കായിട്ട് ഈ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പം ആഗ്രഹിക്കുന്ന ആരാണെങ്കിലും നല്ല സയൻസ് നേരത്തെ പറഞ്ഞ സയൻസ് പഠിച്ച ആർക്കും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെൽക്കം ടു ഗിരിദീപം കോളേജ്. നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഗിരിദീപം കോളേജ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും സ്വാഗതം. യെസ്, ഓക്കെ. അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു മനുഷ്യന് ഒരിക്കലും അവസാനിക്കാത്തൊരു കാര്യമാണ് ഈ ചിന്തകൾ, അല്ലെ? എപ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഇപ്പോൾ എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമ്മളിങ്ങനെ മനുഷ്യനാണെങ്കിൽ അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ചിന്തകൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ, അതുപോലെ നമ്മുടെ ക്യൂരിയോസിറ്റി എപ്പോഴും കീപ്പപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതിനുള്ളൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ് സൈബർ ഫോറൻസിക് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സും. അപ്പോൾ നമ്മൾ ഇനിയും ഗംഭീരമായിട്ടുള്ള കുറേയധികം കിടിലൻ വിശേഷങ്ങളുമായിട്ട് എത്തും സർഗക്ഷേത്ര 89.6 FM-ലൂടെ. ആൻഡ് നമ്മോടൊപ്പം ഇത്രയും നേരം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കോഴ്സിനെ പറ്റി അതിലും ഗംഭീരമായിട്ട് വിശദീകരിച്ച് തന്നത് നമ്മുടെ സ്വന്തം ഗിരിദീപം കോളേജിന്റെ ഡയറക്ടർ ഫാദർ റോബിൻ ഈട്ടി തടത്തിലാണ്. അച്ഛൻ്റെ ഈ ഒരു പ്രഷ്യസ് ടൈമിന് ഒരുപാട് താങ്ക്സ് പറയാണ്. ഇത്രയും ഗംഭീരമായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിനെ മനസ്സിലാക്കി തന്നതിനും. ചെറിയൊരു ക്ലാസ് കേട്ട പോലെ ഒരു ഫീലിംഗ് ഉണ്ട്, പക്ഷെ നല്ല ഒരു ഫൺ എൻജോയ് ഒക്കെ ചെയ്ത് കുറച്ച് സിനിമാ വിശേഷങ്ങളൊക്കെ പോയി ഒരു ചെറിയ ചാറ്റ് ഷോ പോയ പോലെ എനിക്കൊരു ഫീൽ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം അച്ഛാ. ഓക്കെ, അപ്പൊ എന്തായാലും കേട്ടോണ്ടേയിരിക്കും സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെ ഉണ്ടായിരുന്നത് അന്ന. 89.6 FM സർഗക്ഷേത്ര.